ശാന്തി. നാലു ഭാഗത്തു നിന്നും ബുദ്ധിയെ മാറ്റി ഞാൻ സ്വയം തന്നെ തന്നെ കാണുന്ന അഭ്യാസം ചെയ്യുന്നു. ഞാൻ ആരാണ്? ഈ ശരീരം നടത്തിക്കുന്ന, സങ്കൽപ്പങ്ങൾ രചിക്കുന്ന, ഓരോ ഭാവനയെയും അനുഭവം ചെയ്യുന്ന ചൈതന്യ ശക്തിശാലി ആത്മാവാണ്. സ്വയം തന്നെ ഭ്രുകുടി മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രമായി ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ ഒരു തേജസ്വി ശക്തിയാണ്. എൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൽ ഞാൻ ശാന്തസ്വരൂപമാണ്. ഞാൻ ആത്മാവിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ സർവ ആത്മാക്കളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബുദ്ധിയിലൂടെ സ്വയത്തെ അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട് എൻ്റെ വീട്ടിലേക്ക്, പരമധാമത്തിലേക്ക് പോകുകയാണ്. ഈ സൃഷ്ടിയെ മറികടന്ന്, നക്ഷത്രലോകത്തെയും മറികടന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തുകയാണ്. അവിടെ ചുവന്ന പ്രകാശം മാത്രം നിറഞ്ഞിരിക്കുന്നു. ശാന്തി മാത്രം അനുഭവപ്പെടുന്നു. അതാണ് എൻ്റെ വീട്, പരമധാമം. മധുരമായ ബാബ എന്നെപ്പോലെ മറ്റൊരു പ്രകാശപുഞ്ചമാണ്. ജ്യോതി സ്വരൂപമാണ്. ഞാൻ ആത്മാ എൻ്റെ പിതാ ശിവബാബയുടെ മുന്നിലിരിക്കുകയാണ്. ഞാൻ ബാബയോട് സർവ സംബന്ധങ്ങളുടെയും അനുഭൂതി ചെയ്യുന്നു. മനസ്സിലേത് കാര്യമായാലും ബാബയുടെ സന്മുഖത്തിൽ സമർപ്പിച്ച് ഞാൻ ലൈറ്റായിരിക്കുന്നു, ഭാരരഹിതമാകുന്നു. ബാബ സർവശക്തികളുടെയും സാഗരമാണ്. പരമാത്മാ ശാന്തിയുടെ കിരണങ്ങൾ ഞാൻ ആത്മാവിലൂടെ മുഴുവൻ ഗ്ലോബിലേക്കും വ്യാപിക്കുന്നു. എല്ലാ ആത്മാക്കളും ശാന്തിയുടെ അനുഭൂതി ചെയ്യുന്നു. പരമാത്മാ സ്നേഹം, ശക്തി, പവിത്രത എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പവിത്രതയുടെ കിരണങ്ങൾ എനിക്ക്
എനിക്ക് ശക്തി നൽകുന്നു. മനസ്സും ബുദ്ധിയും സ്വച്ഛമാക്കുന്നു. ഇപ്പോൾ പരമാത്മാ ഛത്രഛായയിൽ ബാബയോട് വീണ്ടും മിലനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൃഷ്ടിയിൽ, ഈ ദേഹത്തിൽ എൻ്റെ സ്ഥാനത്തിരിക്കുന്നു. പരമാത്മ സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും കിരണങ്ങൾ ഞാൻ ആത്മാവിന് ശക്തി നൽകുന്നു. ഞാൻ ഈശ്വരീയ പഠിപ്പ് പഠിച്ച് ഉയർന്ന പദവി നേടുന്നു. ഈ പഠിപ്പിലൂടെ ഞാൻ യാചകനിൽ നിന്നും രാജകുമാരനായി മാറുന്നു. ബാബയുടെ പ്രത്യേക ആജ്ഞ ഞാൻ അംഗീകരിക്കുന്നു. പുതിയ ലോകത്തേക്കു വേണ്ടി അഥവാ അമരപുരിയിലേക്കു വേണ്ടി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഴയ ലോകം അവസാനിക്കുന്നതാണ്. ഞാൻ പുതിയ ലോകത്തിൽ ജന്മമെടുക്കും. ഞാൻ ഗൃഹസ്ഥത്തിലിരുന്ന് എൻ്റെ അവസ്ഥയെ നന്നാക്കുന്നു. ഞാൻ ദേവതയായിരുന്നു. ഇപ്പോൾ വീണ്ടും ദേവതയാകുന്നതിനു വേണ്ടി ബാബയിൽ നിന്നും സമ്പത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബ്രാഹ്മണരും ആത്മീയ വഴികാട്ടിയാണ്. ഇപ്പോൾ എല്ലാവരും ഘോര അന്ധകാരത്തിലാണ്. അവരെ ഉണർത്താൻ ബാബ വന്നിരിക്കുന്നു. ഞാൻ ശിവബാബയുടെ കുട്ടിയാണ്. എനിക്ക് യാതൊരു ചിന്തയുമില്ല. ബാബ എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. കരച്ചിലിൻ്റെ പേര് പോലുമില്ല. എനിക്ക് സ്മൃതി വന്നിരിക്കുകയാണ്. ഞാൻ അമരപുരിയിലെ രാജകുമാരനായി മാറും. ഈ മൃത്യുലോകത്തിന് തീ പിടിക്കുക തന്നെ ചെയ്യും. ഞാൻ വിജയമാലയിൽ കോർക്കപ്പെട്ട് പിന്നീട് വിഷ്ണുവിൻ്റെ മാലയിൽ കോർക്കപ്പെടും. ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ഇത് വ്യത്യസ്ത ധർമ്മങ്ങളുടെ തലകീഴായ വൃക്ഷമാണ്. ബാബയാണ് ബീജം. ഞാൻ ബാബയോട് ബുദ്ധിയുടെ യോഗം വെക്കുന്നു. ബാബയെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ബാബ, ഞാൻ അങ്ങയെ ഓർമ്മിച്ചോർമ്മിച്ച് വീട്ടിലേക്ക് വരും. സദാ ഹർഷിതമായിരിക്കുന്നു. അവസ്ഥയെ ഏകരസമാക്കുന്നതിന് ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. പഴയ ലോകത്തോടുള്ള മമത്വം ഒഴിവാക്കുന്നു. ബാബ എനിക്ക് വരദാനം നൽകിയിരിക്കുന്നു. മാസ്റ്റർ,
സർവശക്തിവാനായി ഭവിക്കൂ എന്ന്. ഞാൻ മനനശക്തിയിലൂടെ എൻ്റെ ബുദ്ധിയെ ശക്തിശാലിയാക്കി മാറ്റുന്നു. മനനശക്തി ദിവ്യബുദ്ധിയുടെ ഔഷധമാണ്. ജ്ഞാനത്തിൻ്റെ സ്മൃതിയുടെ ശക്തിയുണ്ട്. ദിവസവും അമൃതവേളയിൽ തൻ്റെ ടൈറ്റിൽ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഒപ്പം മനനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനനശക്തിയിലൂടെ ബുദ്ധി ശക്തിശാലിയാക്കുന്നു. മായയുടെ യുദ്ധം നടക്കില്ല. പരവശമാവുകയുമില്ല. മായ വ്യർത്ഥ സങ്കല്പങ്ങളാൽ ബുദ്ധിയെ ദുർബലമാക്കുന്നു. ഇതിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ് മനനശക്തി. ആജ്ഞാകാരി കുട്ടികൾ ആശീർവാദങ്ങൾക്ക് പ്രാപ്തമാകുന്നു. ആശീർവാദങ്ങളുടെ പ്രഭാവം മനസ്സിനെ സദാ സന്തുഷ്ടമാക്കുന്നു. ഓം ശാന്തി.